കഴിഞ്ഞ ദിവസം നമ്മൾ വാഗ്ദത്തം പാലിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കേണ്ട എല്ലാവർക്കും അറിയുന്നതും ആർക്കും തർക്കമില്ലാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ മതവിശ്വാസികളെന്നോ മതമില്ലാത്തവരെന്നോ വ്യത്യസ്ത മതക്കാരെന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും നന്മയായി അംഗീകരിക്കുകയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ സൽഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ, അത് നമ്മൾ എപ്പോഴും നേടിയെടുക്കണം, അത് മുറുകെ പിടിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ചും അതിൻ്റെ അനുയായികളായ മുസ്ലിങ്ങളോട് പ്രത്യേകമായി ഉണർത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊന്നാണ് സത്യസന്ധത എന്നത്. സത്യം പറയുക, ജീവിതത്തിൽ സത്യസന്ധത വെച്ച് പുലർത്തുക, തന്നെപ്പറ്റി സത്യം പറയുന്ന ആളാണ്, സത്യസന്ധനാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ചും സാമൂഹ്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു സംഘമായി, കൂട്ടമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഓരോരുത്തരും തന്നെപ്പറ്റി മറ്റുള്ളവർ എങ്ങനെ കാണണം, വിലയിരുത്തണം എന്നത് ഒരു പ്രധാന വിഷയമായി നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. മറ്റുള്ളവരെന്തോ അവർക്ക് ഇഷ്ടമുള്ളത് ധരിച്ചോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ എൻ്റേതായ വഴിയിലൂടെ പോകും, മറ്റുള്ള ആളുകളെയൊന്നും ഞാൻ മൈൻഡ് ചെയ്യണില്ല എന്നൊക്കെ പലപ്പോഴും വളരെ വീമ്പ് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർ നമ്മിലെ നന്മകൾ കാണുകയും നന്മകൾ അവർ പ്രകീർത്തിക്കുകയും അതിനെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമുക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ വേറെയും പ്രവാചകന്മാരുടെ പ്രാർത്ഥന പറഞ്ഞു തരുന്നുണ്ട്. അതിലൊക്കെ വജൽനി ലിസാന സിദ്ഖിൻ ഇൻദൽ ആഖരീൻ, വരാൻ പോകുന്ന ആളുകളുടെ മുന്നിൽ എന്നെപ്പറ്റി സൽകീർത്തി നിലനിർത്തണം. ആളുകൾ ഞാൻ എങ്ങനെയാവും അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളതല്ല, സൽകീർത്തി. ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അയാളെപ്പറ്റി ജീവിച്ചിരിക്കുന്ന മറ്റാളുകൾ ആ ആളുകളെ പറ്റി പറയണം. അല്ലെങ്കിൽ ഓരോരുത്തർക്കും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണം, എന്നെപ്പറ്റി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മരിച്ചു പോയാലും ആളുകൾ നല്ലതേ പറയാവും, മോശമൊന്നും ആളുകൾ പറയരുത്, എന്നെപ്പറ്റി നല്ലത് പറയണം. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ് എനിക്ക് എന്നെപ്പറ്റി നല്ലത് ആളുകൾ പറയുന്ന ഒരു സൽകീർത്തി ഉണ്ടാകുന്ന അവസ്ഥയിലാക്കണം പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മളെപ്പറ്റി മറ്റൊരാൾ നല്ലവൻ അല്ലെങ്കിൽ ഇന്ന ഗുണമുള്ളവൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരാവുകയും ആ ഒരു ഗുണം നമ്മൾ എപ്പോഴും ആർജിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധയിൽപ്പെടുത്തിയ വാഗ്ദത്തം പാലിക്കുക എന്ന് പറഞ്ഞ സംഗതി. അതുപോലെയുള്ള മറ്റൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ സത്യസന്ധത എന്ന് പറയുന്ന സംഗതി. സത്യസന്ധത എന്ന് പറയുന്നത് ഒരുപാട് വിഷയങ്ങളിലുണ്ട്. അത് സംസാരിക്കുമ്പം സത്യം പറയാന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കപട വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ വിശ്വാസത്തിൽ കാപ്പട്യം വെച്ച് പുലർത്തുന്ന ആളുകളുടെ ചില സ്വഭാവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തന്ന കൂട്ടത്തിൽ പറഞ്ഞല്ലോ, അയാൾ സംസാരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തൂല, അഥവാ കളവ് സംസാരിക്കുന്നതിൽ ധാരാളം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രയോഗിച്ചത് ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുകയാണെങ്കിൽ കളവേ പറയുള്ളൂ, സത്യം പറയും. അപ്പം അങ്ങനെ നമ്മൾ ഒരാളെ പറ്റി നമ്മളെ അല്ലെങ്കിൽ നമ്മെപ്പറ്റി മറ്റൊരാൾ അയാൾ എടുത്ത കളവേ പറയുള്ളൂ എന്ന് പറയുന്ന ഒരു അഭിപ്രായമല്ല നമ്മളെപ്പോഴും ഉണ്ടാക്കേണ്ടത്. മറിച്ച് അയാൾ പറയുന്നത് സത്യം മൂപ്പര് പറയുള്ളൂ. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടല്ലോ. നീതിൻ്റെ പക്ഷത്തെ മൂപ്പര് നിൽക്കുള്ളൂ, സത്യമേ മൂപ്പര് പറയുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആർദ്രത, അങ്ങനെ കുറേ നല്ല ഗുണങ്ങളുണ്ട്. അത് നമ്മൾ നേടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതേ നമുക്ക് ഈ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ
അവർക്ക് ഉപകാരപ്പെടുന്ന സംഗതികളും ആ പറഞ്ഞ രീതിയിലുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ മാഇദയിൽ അവസാനത്തിൽ പറയുന്നുണ്ട്, ഖാല അള്ളാഹു പറയാണ്, ഹാദാ യൗമുൻ, ഈ ഒരു ദിവസം, ഖിയാമത്ത് അള്ളാഹു പറയാണ്, യൻഫഉ സാദിഖീന സിദ്ഖുഹും, സത്യസന്ധമായി ജീവിച്ച ആളുകൾക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ഒരു ദിവസമാണിത്. അപ്പൊ നമ്മൾ സത്യസന്ധത പുലർത്തി ജീവിച്ചു എന്നത് അത് എപ്പോഴും നമുക്ക് ഗുണമേ ചെയ്യൂ, ഉപകാരമേ ചെയ്യൂ. അതുകൊണ്ടൊരു ദോഷമുണ്ടാവില്ല. താൽക്കാലികമായി ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ആത്യന്തികമായി യൗമ യൻഫഉ സാദിഖീന സിദ്ഖുഹും എന്നാണ്. അവർക്ക് അവരുടെ സത്യസന്ധത അത് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ദിവസം വരും. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഫീഹാ അബദൻ, അവർക്ക് സ്വർഗപ്രവേശനം ലഭിക്കും. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അള്ളാഹുവിന്റെ സംതൃപ്തി അവർക്ക് നേടാൻ സാധിക്കും. ഏറ്റവും വലിയ വിജയം അതാണല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ഇത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട, എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നർത്ഥം. പിന്നെ ഈ സത്യസന്ധത പുലർത്തുമ്പോൾ, സത്യം പുലർത്തുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന, അതിൻ്റെ ഫലമായി ലഭിക്കുന്ന ഒരു സംഗതിയാണ് ആളുകൾക്കിടയിൽ നമ്മൾ വിശ്വസ്തർ എന്നറിയപ്പെടും. വിശ്വസ്തനാണ് മൂപ്പൻ. ഒരാളെ പറ്റി നമ്മൾ അയാൾ വളരെ വിശ്വസ്തനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അയാൾ സത്യസന്ധമായി കാര്യങ്ങളെ കാണുകയും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അംഗീകാരം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങളെല്ലാവരും അൽ അമീൻ എന്ന് പറഞ്ഞു എന്നാണ്. വിശ്വസ്തനായൊരു മനുഷ്യനാണ് എന്ന് പറയുകയും ആ ഒരു സത്യസന്ധത വെച്ചു പുലർത്തുകയും ചെയ്യും. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിദ്ഖു തുമഇനീനതുൻ വൽ കദിബു ലീബത്തുൻ. ഈ സത്യം പറയാൻ, ഈ സത്യസന്ധത വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സമാധാനം, അത് എപ്പോഴും സമാധാനമാണ്. അതിന്മേൽ നമ്മളൊരു സത്യസന്ധമായൊരു നിലപാടിൽ അല്ലെങ്കിൽ ഒരു സത്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. എന്നാലും മനസ്സിൽ നമുക്ക് വലിയ സമാധാനം. അതാണ് സിദ്ഖു തുമഇനീന എന്ന് പറഞ്ഞത്. അത് വലിയ ഒരു മനസ്സമാധാനം നൽകുന്ന സംഗതിയാണ്. എന്നാൽ കളവോ, അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് രീപത്തായി മാറും. അസ്വസ്ഥതയായിരിക്കും മനസ്സിൽ. കളവ് പറഞ്ഞാൽ അതിങ്ങനെ എപ്പോഴും പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയോ, അങ്ങനെ ഒരുപാട് എപ്പോഴും സംശയാസ്പദമായ ഒരവസ്ഥയിലായിരിക്കും അവന് നിൽക്കാൻ സാധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൻ്റെ അർത്ഥം ചില ആളുകൾക്ക് ഈ കളവ് പറഞ്ഞാൽ ഒരു മനസ്സാക്ഷിപ്പത്തില്ലാത്ത ആളുകളുണ്ടാവും. അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യം പറയാവൂ, സത്യസന്ധമായി ജീവിക്കണം. എന്നാൽ എന്തുകൊണ്ട് വെച്ചാൽ ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യം നിങ്ങളെ പുണ്യത്തിലേക്ക് നയിക്കും. എന്താ പുണ്യത്തിലേക്ക് നയിച്ചിട്ടുള്ള ഗുണം? അന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. തുടർന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ആളുകൾക്കിടയിൽ നിങ്ങളെപ്പറ്റി സത്യസന്ധൻ എന്നുള്ള ഒരു അറിവ് മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി ഉണ്ടാകും. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കളവ് പറയരുത്. കളവ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സമാധാനം കെടുത്തുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു കളവ് പറയുന്നവനായി മാറി. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധൻ എന്ന് പറയുന്നതിന് പകരം ഒരാളെപ്പറ്റി അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ കളവ് പറയുന്ന ഒരാളാണെന്ന് അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. പിന്നെ നമുക്ക് കളവ് പറയാൻ എന്ന് പറഞ്ഞത് ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ സംസാരത്തിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ വരും. വെറുതെ എന്ത് പറഞ്ഞാലും ഇല്ലാത്തത് അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടി ഇങ്ങനെ വരും. നമ്മൾ എന്ത് സംഗതി നമ്മളിപ്പോൾ ഒരു കാഴ്ച കണ്ടു എന്ന് വിചാരിക്കും. അങ്ങാടിയിൽ നടക്കുന്ന ഒരു സംഗതി കണ്ടു, ആ കാര്യം കണ്ടിട്ട് നമ്മളത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പോകുമ്പോൾ അവിടുന്ന് അങ്ങനെ കണ്ടു. അത് പറയുമ്പോഴും അവനറിയാതെ അവൻ്റെ സംസാരങ്ങളിൽ ഇങ്ങനെ കളവുകൾ കയറി വരും. ഈ കളവുകൾ കയറി വരാനുള്ള കാരണം എന്താണ്? ഈ സത്യം എന്നതിനെ മുറുകെ പിടിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന സംഗതി.
നേരെ മറിച്ച് സത്യം പറയുള്ളൂ ഞാൻ എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും കളവ് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ സത്യസന്ധമല്ലാത്ത രീതിയിൽ പറയുമ്പോൾ പിന്നെ നമ്മുടെ സംസാരങ്ങളിൽ അറിയാതെ തന്നെ കളവുകൾ കയറിക്കൂടുകയും, കാരണം അള്ളാന്റെ അടുക്കൽ തന്നെ നമ്മളൊരു കളവ് പറയുന്നവൻ എന്ന് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. അതോടുകൂടി നമ്മളുടെ ആ കൺട്രോൾ നമ്മളെ കയ്യിൽ നിന്നാണ് വിട്ടുപോകുന്നത് പോലെയുള്ള. പിന്നെ എന്ത് പറഞ്ഞാലും അതിൽ ഒരു 10 വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 എണ്ണെങ്കിലും കളവായിരിക്കും. ബാക്കി 8 എണ്ണം ശരിയാണെങ്കിലും അതിൽ 2 എണ്ണം കളവുണ്ടാവും. അങ്ങനെ അതങ്ങനെ കൂടി വരും. അപ്പം അത് വളരെ സൂക്ഷിക്കേണ്ടയും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു വചനമുണ്ട്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ മാ സമിഅ. കേട്ടതൊക്കെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അതിതാ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവൻ പറയാന്ന് പറഞ്ഞാൽ അത് ഒരാൾ കളവ് പറയണവനാണ് എന്നുള്ളതിന് അതന്നെ മതി. അപ്പൊ നമ്മൾ പല ജാതി സംഗതികളും ഇങ്ങനെ കേൾക്കും, പലതും പലരെ പറ്റികളും അതങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് മൊബൈലിലാണെങ്കിൽ ഒന്നുകൾ കേട്ടാൽ അത് എന്താണെന്നൊന്നും ആരാണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. അതൊക്കെ അതിൻ്റെ ഭാഗത്തിൽപ്പെട്ടാണ്. ഈ കാലഘട്ടത്തിൽ, ഈ AI-യുടെ കാലഘട്ടത്തിൽ നമ്മളൊരു മനുഷ്യൻ സംസാരിക്കുന്നത് പച്ചയായി കണ്ടാൽ തന്നെ അത് അയാൾ സംസാരിക്കുന്നത് ആയിക്കൊള്ളുന്നില്ല. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഡിവൈസായി മാറിയിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ. പ്രത്യേകിച്ചും ഈ AI കാലത്ത് നമ്മളെ എത്രയോ കാലം മുമ്പ് നമ്മിൽ നിന്ന് മരിച്ചുപോയ മനുഷ്യന്മാരൊക്കെ അവരൊക്കെ നിന്നിങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ പലതും സൃഷ്ടിക്കാൻ കഴിയും. എന്ത് വേണമെങ്കിലും ഞാൻ എന്ത് സംസാരിക്കുന്നതും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. ആരുടെ പേരിലും എന്തും പറഞ്ഞുണ്ടാക്കാൻ കഴിയും. അതിനൊരു പ്രയാസമല്ല. അയാളുടെ ഫോട്ടോയും അയാൾ സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ ബോഡി, അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ അതിനനുസൃതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ അത് നമുക്ക് ആരെങ്കിലും അയച്ചു തരും, ജസ്റ്റ് നമ്മളത് കണ്ടാൽ മതി. മാക്സിമം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് കണ്ടാൽ മതി. അതങ്ങനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പരിധിയിൽ അത് പെടും. കളവ് എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മളും പെടും. ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവൻ ഇങ്ങനെ പറയാ എന്നുള്ളത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ നമ്മളുടെ ഈ പ്രത്യേക ഈ സന്ദർഭങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ആളുകളെ പറ്റി പറയാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊക്കെ നമ്മളും അതിൻ്റെ കൂടെ അങ്ങനെ അത് ഫോർവേഡ് ചെയ്തും അത് പ്രചരിപ്പിച്ചും അതിൻ്റെ വക്താക്കളായിട്ടും ഒക്കെ നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ദോഷം എന്താണ്? നമ്മളൊക്കെ ആ പാപത്തിൻ്റെ കറ നമ്മളിലൊക്കെ കടന്നുകൂടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദോഷം. റസൂൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു സത്യസന്ധതയില്ലാത്ത, ഒരു ധർമ്മനിഷ്ഠ ഒരാൾ ഒരു സംഗതി പറഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരാളെ പറ്റിയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റിയോ ഒക്കെ കാര്യമായി സൂക്ഷ്മതയൊന്നുമില്ലാതെ ജീവിക്കണ അത്രയൊന്നും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരാള് അങ്ങനത്തെ വല്ല കാര്യങ്ങളും പറഞ്ഞാൽ ഫതബയ്യനു, നിങ്ങളത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കണം, ശരിയോ തെറ്റോ നോക്കണം. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നിരപരാധികളായ ആളുകളുടെ മേൽ നിങ്ങൾ പല ചാപ്പയും കുത്തേണ്ടി വരും. അതിൽ പിന്നെ നിങ്ങൾക്ക് ഖേദം വരും. അങ്ങനെ ഇല്ലായിരുന്നല്ലോ, ഞാനാണെങ്കിൽ ഇത് എല്ലാവരോടും പറഞ്ഞും ചെയ്ത്. അങ്ങനെയാണ് പല ആളുകളും പറയാം, ഞാൻ അത് എല്ലാവരോടും പറഞ്ഞും ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള. ഈ കാലഘട്ടത്തിന്റെ രീതി അങ്ങനെയാണല്ലോ. അപ്പോൾ എത്ര എന്ന് വെച്ചാൽ കളവ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യണ, പ്രത്യേകിച്ചും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഓരോ മനുഷ്യന്മാരുടെ പേരും അവർക്ക് ദേഷ്യമുള്ളവരുടെ പേരിലൊക്കെ ഓരോ കുറ്റങ്ങൾ അങ്ങനെ ചാർത്തി അങ്ങനെ എഴുതി ഉണ്ടാക്കി FIR മറ്റൊക്കെ പറഞ്ഞ് എഴുതി ഉണ്ടാക്കിയിട്ട് ആ പാവപ്പെട്ട ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ അയാൾ ജയിലിൽ അടക്കപ്പെടുന്നു. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ നിരപരാധിയാണെന്ന് അറിയും. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുകയുണ്ടായി, 20 വർഷം മുമ്പ് നടന്ന ഏതോ ഒരു സ്ഫോടനം, ആ സ്ഫോടനത്തിൽ ഇയാളാണ് നടത്തിയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ FIR ഇട്ട് പോലീസ് പിടിച്ചു. അയാളാണ് ആ കാലഘട്ടത്തിൽ
ആ സ്ഫോടനം നടന്ന കാലത്ത് അദ്ദേഹം അതാണ് ചെയ്തത് എന്നുള്ളതിന് എല്ലാവിധ പ്രമാണവും തെളിവും ഒക്കെ പോലീസ് ഹാജരാക്കിയിട്ടുണ്ടാവും. അവസാനം കോടതിയിലെത്തി. കോടതി പറഞ്ഞു ഒന്നും തെളിയിക്കാൻ പറ്റില്ല, ഇയാൾ നിരപരാധിയാണ്, ഇയാളെ മേൽ ഒരു കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ വിട്ടയച്ചപ്പോഴേക്ക് അയാൾ 20 വർഷം കഴിഞ്ഞു പോയിട്ട്. ഒരു മനുഷ്യന്റെ ആയുസ്സിലെ 20 വർഷമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇത്ര വലിയ നഷ്ടമാണ് അയാൾക്ക് ഉണ്ടാക്കുന്നത്. അത് ആർക്കാ തിരിച്ചു കൊടുക്കാൻ കഴിയുക? ആർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയത്? ഒരാൾക്കും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം രംഗത്ത് അത്തരം കാര്യങ്ങൾ ഉദ്യോഗത്തിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഇല്ലാത്ത സംഗതികൾ, സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ നോക്കാതെ ഇല്ലാത്ത സംഗതി ഓരോരുത്തരുടെ പേര് മറ്റുള്ള മുകളിൽ നിന്നുള്ള പ്രഷറാണ്, മേലധികാരി പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല സംഗതികളും ചാർത്തുമ്പോൾ അതിനൊക്കെ അനുഭവിക്കുന്നത് വേറെ കുറെ ആളുകളാണ്. അവരാണ് മർദ്ദിതര്. ആ മർദ്ദിതരുടെ പ്രാർത്ഥനയും ഒക്കെ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും നിരീശ്വരവാദി ആയാലും വിശ്വാസിയാണെങ്കിലൊക്കെ മരണപ്പെട്ടതിന് ശേഷം അയാൾ ഇതിനെപ്പറ്റി മറുപടി പറയേണ്ടവരാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഗൗരവം ഇത്ര വലുതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു വാക്ക്, നമ്മളുടെ ഒരു സത്യസന്ധമല്ലാത്ത ഒരു പദപ്രയോഗങ്ങൾ ആളുകളെ പറ്റി പറയുന്നത്, അതൊക്കെ ചിലപ്പോൾ അതിൻ്റെ പ്രതികരണം വളരെ വലുതായി മാറുന്നുണ്ടാവും. അതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മറ്റൊരു സംഗതി അൽ ബയ്യാനി ബിൽ ഖിയാർ എന്ന് പറഞ്ഞ കച്ചവടക്കാരെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഒരു കച്ചവടക്കാർ ഈ സത്യം പറയാന്ന് പറഞ്ഞത് കുറച്ചൊക്കെ ഇല്ലാതെയായി പോകുന്ന ഒരു രംഗം എന്നുള്ള നിലക്കായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കച്ചവടക്കാരുടെ കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു ഫൈൻ സദഖാ വബയ്യന ബൂരിക ലഹുമ. രണ്ട് കച്ചവടക്കാർ, ഒരാൾക്ക് വാങ്ങണവനും കൊടുക്കണവനും, ആ വാങ്ങണവനും കൊടുക്കണവനും സത്യസന്ധത വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഈ കൊള്ളക്കൊടുതികൾ അല്ലെങ്കിൽ വാങ്ങലും കൊടുക്കലൊക്കെ നടത്തുന്നതെങ്കിൽ ബൂരിക ലഹുമ ഫീ ബൈഇഹിമ, അവരുടെ ആ കച്ചവടത്തിൽ അവർക്ക് ബർക്കത്തുണ്ടാവും. അപ്പൊ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമൊന്നല്ല. അത് നമ്മൾ നടത്തുന്ന ഒരു പ്രവർത്തനം, അത് നമുക്ക് മനസ്സമാധാനം നൽകുകയും അതുകൊണ്ട് നമുക്ക് മറ്റൊന്നും ആവശ്യമില്ലാത്ത വിധം നമ്മൾക്ക് സമാധാനം നൽകുകയും ചെയ്യുന്ന, കൂടുതൽ ഐശ്വര്യം ഉണ്ടാക്കി തീർക്കുന്ന സംഗതിയാണ് ബർക്കത്ത് എന്ന് പറഞ്ഞത്. എൻ്റെ പണത്തിൽ നിനക്ക് ബർക്കത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കിട്ടുന്ന നമ്മളുടെ പണം അത് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ തികയുക, നമുക്കതുകൊണ്ടൊരു സമാധാനം ഉണ്ടാകുക എന്നൊക്കെ വരുന്ന അവസ്ഥക്കാണ് ബർക്കത്ത് ഉണ്ടാകുക. അപ്പോൾ കച്ചവടം ചെയ്താൽ ആ കച്ചവടം കൊണ്ട് തന്നെ മക്കളെ പോറ്റാനും അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സമാധാനത്തോടു കൂടി ജീവിക്കാനും അതുപോലെ കടബാധ്യതകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടൊക്കെ നല്ല രീതിയിൽ മനുഷ്യന് സമാധാനത്തോടു കൂടി കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സത്യസന്ധത കച്ചവടത്തിൽ നിങ്ങൾ പുലർത്തുകയാണെങ്കിൽ അതിന് സാധിക്കുന്നു. അപ്പം ആളുകളുടെ ഒരു ധാരണ ഉണ്ട്, ആ സത്യസന്ധതയൊക്കെ പുലർത്തി കച്ചവടം ചെയ്താൽ എന്താ ഉണ്ടാകുക അവസ്ഥ, നല്ല കോലായിരിക്കും, അല്ലെങ്കിൽ എവിടുന്നാ പിടിച്ചിക്കാൻ കഴിയുക, ഈ കാലത്ത് സത്യസന്ധമായി നിന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ ആളുകളുണ്ടാവും. പക്ഷേ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും കളവ് പറയുക എന്നുള്ളത് പലപ്പോഴും കാണുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കളവ് പറഞ്ഞുകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വില കൂട്ടിയൊന്നും ചെയ്യരുത്. വെറുതെ ആവശ്യമില്ലാതെ കച്ചവടക്കാരിൽ വരുന്ന വേറൊരു കളവിൻ്റെ വശമാണ് ആവശ്യമില്ലാതെ കളവ് പറയും. ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ ഒരു സാധനം വിൽപ്പന നടത്തുമ്പോൾ അതിൻ്റെ വില എത്രയാണ് എന്നുള്ളത് ഒരിക്കലും ഈ വാങ്ങാൻ വരുന്ന ആളോട് പറഞ്ഞു കൊള്ളണമെന്നില്ല. കസ്റ്റമറോട് ഇത് ഞാൻ ഇത്ര വിലക്ക് വാങ്ങിയതാണ് എന്ന് പറയേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ എത്ര വിലക്ക് വാങ്ങിയാലും അയാൾക്കൊരു വില പറയാം, ഇത് എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറയാം. അത് എത്രയായാലും ഇത് ലാഭം, ഇത്രേ ലാഭം എടുക്കാൻ പാടുള്ളൂ, അതൊന്നും ഇസ്ലാം നിർണയിച്ചു തന്നിട്ടില്ലല്ലോ. മാന്യമായൊരു ലാഭവും കാര്യമൊക്കെ അയാളെടുത്ത് അയാൾ ഈ എൻ്റെ കയ്യിലുള്ള സാധനം അത് ഇത്രയാണെന്നൊരു വില എന്ന് പറയാം. ആ വില പറയണതിൽ ഇന്നതായിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്നിട്ട് യാതൊരു ആവശ്യമില്ലാതെ പലപ്പോഴും കച്ചവടം ചെയ്യുന്ന ആളുകൾ പറയും, ഇനി ഞാൻ ഇത്ര റുപ്യക്ക് വാങ്ങിയാണ്,
ഇപ്പം ഞാൻ എനിക്ക് തരുന്നത് ഇപ്പോൾ ഒരു 5 രൂപ ലാഭത്തിനാണ്, അല്ലെങ്കിൽ ഒരു 10% ലാഭത്തിനാണ്, അല്ലെങ്കിൽ നഷ്ടത്തിനാണ് ഇപ്പം ഞാൻ എനിക്ക് തരുന്നത് എന്നൊക്കെ ഈ കസ്റ്റമറോട് പറയും. പക്ഷെ അങ്ങനെയൊന്നും പറയേണ്ട ഒരാവശ്യം, അത് ഒരാൾ കച്ചവടത്തിന് വെച്ചൊരു വസ്തു മറ്റൊരാൾ വാങ്ങിപ്പോകുക എന്ന് പറഞ്ഞത് അതൊക്കെ ഒരു തൗഫീക്കാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ പറഞ്ഞ ഈ കളവുകൊണ്ടാണ് ഈ ആളിത് വാങ്ങിപ്പോകുന്നത്. അതൊന്നുമല്ല, അത് അയാൾ വാങ്ങിപ്പോകാനുള്ള തൗഫീക്കും അങ്ങനെ ഒരു കതിറും ഉള്ളതുകൊണ്ട് അയാളത് വാങ്ങിപ്പോകുന്നു, കച്ചവടം ഉഷാറായി പോകുന്നു എന്നുള്ളതാണ്. അതൊന്നും കച്ചവടത്തിന് നമ്മൾ കളവ് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾക്ക് ലഭിക്കേണ്ടത് നമുക്ക് കിട്ടും എന്ന ഒരു ബോധവും ചിന്തയൊക്കെ കച്ചവടക്കാരിലുണ്ടാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പറഞ്ഞത് വൈൻ കെതമ വകെതബ, കച്ചവടക്കാർ വാങ്ങണവനും കൊടുക്കണവനും കാര്യങ്ങളൊക്കെ കുറെ ഒളിപ്പിച്ചു വെച്ച് വകെതബ, രണ്ടാളും കളവ് പറഞ്ഞാൽ മുഹിക്കത്ത് ബർക്കത്തുഹു മർക്കത്ത് ബൈഹിമാ, കച്ചവടത്തിൽ കിട്ടേണ്ട ബർക്കത്ത് പോകും. ചിലപ്പോൾ ആ കച്ചവടം നടന്നു വരും, അതിന്റെ ലാഭം കിട്ടിയെന്നൊക്കെ വരും. പക്ഷെ അതിനൊരു ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പണം, കിട്ടുന്ന പണം തൻ്റെ സംഗതികൾക്കൊക്കെ തികഞ്ഞു പോകണം. അപ്പോൾ ആ വിഷയത്തിലൊക്കെ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് താജിറു സദൂഖ്, സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ, അൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ, പരലോകത്ത് മരണാനന്തര ജീവിതത്തില് പ്രവാചകന്മാരോടും അതുപോലെ ശുഹദാക്കളോടും ഒപ്പം ആയിരിക്കും ഈ മനുഷ്യൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏത് സംഗതികളിലും സത്യം പറയുക, സത്യസന്ധത പുലർത്തുക എന്നുള്ളതൊക്കെ വേണം. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുണ്ടായി, 4 കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ ദുനിയാവിൽ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സമാധാനിക്കാം. അതിൽ പെട്ടതാണ്, അങ്ങനത്തെ സ്വഭാവമാണ് നിങ്ങൾ ഉണ്ടാകേണ്ടത്. ഹിഫ്ളുൽ അമാനത്ത, നമ്മൾ ഒരാളൊരു സംഗതി വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അമാനത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. നമ്മൾ ഏറ്റെടുത്തൊരു സംഗതി അതൊരു അമാനത്താണ്. അത് ശരിക്ക് കാത്തു സൂക്ഷിക്കുക. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകളൊക്കെ അവരയഥാർത്ഥത്തിൽ ഒരു അമാനത്താണ് ഏറ്റെടുക്കുന്നത്. അത് സത്യസന്ധമായി അവനവന്റെ പരിധിയിൽ കഴിവിലും പെട്ട രീതിയിൽ അത് നിർവഹിക്കണം എന്നൊരു നെയ്യത്ത് സ്വാഭാവികമായി മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അവരെ ചെയ്യണം. ഹിഫ്ളുൽ അമാനത്ത് ഉണ്ടാകുക. ഹുസ്നുൽ ഖുൽഖി, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറും, നല്ല പെരുമാറ്റം, അതൊക്കെ ആവശ്യമുള്ള സംഗതിയാണ്. പ്രത്യേകിച്ചും ഈ പൊതു ജീവിതത്തിലേക്ക് നിൽക്കുന്ന ആളുകൾ വളരെ പ്രധാനമായിക്കൊണ്ട് ചെയ്യേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലൊക്കെ വേണ്ട ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞല്ലോ, ഒരു എന്താണ് ഖൈറുക്കും ഖൈറുക്കുല്ലി അഹ്ലിഹി എന്ന് പറഞ്ഞല്ലോ. പലപ്പോഴും നമ്മൾ വിവാഹ ഖുതുബകളിൽ കേട്ടത് നല്ല മനുഷ്യനായി നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇണകളോട്, വീട്ടുകാരോട്, വീട്ടിലുള്ളവരോടൊക്കെ നിങ്ങൾ നല്ലവനാകണം എന്ന് പറയുന്നത്. അപ്പം ഈ നല്ല സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒന്നാണ്. ആ കൂട്ടത്തിൽപ്പെട്ടാണ് സിദ്ഖുൽ ഹദീസ്, സത്യം പറയാന്നുള്ളത്. അതിൻ്റെ അർത്ഥം എല്ലാ സത്യവും വിളിച്ചു പറയണം എന്നല്ല, എല്ലാ സത്യവും പറയേണ്ട ആവശ്യമില്ല, പറയുന്നത് സത്യമാവുക എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ അപകടകരമായ സന്ദർഭം മുന്നിൽ വന്നപ്പോൾ പോലും സഹാബാക്കളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം അവർ സത്യം പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും മദീനയിലേക്ക് പലായനം ചെയ്ത് പോവുകയാണ്. അപ്പം നബിയും അബൂബക്കർ സിദ്ദീഖും ഒപ്പം നിൽക്കുന്ന സന്ദർഭത്തിൽ അവരെ നേരിട്ട് അബൂബക്കർ സിദ്ദീഖിനെ പരിചയം ഉണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയമില്ലാത്ത ഒരു ശത്രുപക്ഷത്തിലുള്ള ഒരാൾ അവിടെ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖിനോട്, ആരാണ് അബൂബക്കറെ കൂടെയുള്ള ആള് എന്ന് ചോദിച്ചു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് അത് മുഹമ്മദ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അത് എൻ്റെ വഴികാട്ടിയാണെന്ന് പറഞ്ഞു. കാരണം അവിടെ അത് മുഹമ്മദാണ്, കൂടെ ഉള്ളത് മുഹമ്മദാന്ന് പറഞ്ഞാൽ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. മുഹമ്മദിനെ കാണിച്ചു കൊടുക്കുന്നവർക്ക്, തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ഇനാം കൊടുക്കുന്ന സമയമാണ്. അപ്പൊ അവിടെ അത് മുഹമ്മദാണ്, ഇത് മുഹമ്മദാണ് എന്നൊന്നും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞില്ല. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് അതിൻ്റെ വഴികാട്ടിയാണ്. പറയുമ്പോൾ അത്
അയാൾ ധരിച്ചതൊന്നായിരിക്കും. വഴികാട്ടി പ്രത്യേകിച്ചും മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒറ്റയ്ക്ക് വഴിയാകാതെ നടന്നാവുമ്പോൾ സ്ഥലവും വഴിയൊക്കെ അറിയുന്ന ഒരു വഴികാട്ടി കൂടെ ഉണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ സന്ദർഭത്തിലും ഒരു അമുസ്ലിമായൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖിനും വഴികാട്ടിയായി അവരുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അതിന്റെ വഴികാട്ടിയായിരുന്നു. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെ വഴികാട്ടിയാണ്. അവിടെയും അതൊരു കളവായി മാറിയിട്ടില്ല, വഴികാട്ടിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെ വഴികാട്ടിയാണല്ലോ. അവിടെ അത്തരം സന്ദർഭങ്ങളിൽ പോലും അവിടെ കളവാകാതിരിക്കാനുള്ള സൂക്ഷ്മത അവർ വെച്ച് പുലർത്തി. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അതൊക്കെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിലപാടുകളിലും ഒക്കെ അത് ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പിന്നെ മറ്റൊരു സംഗതി, ഈ സത്യസന്ധത എന്ന് പറയുമ്പോൾ ചില ആളുകൾ സാധാരണ ചോദിക്കും, എല്ലാ സത്യവും അപകടകരമായിരിക്കുന്ന സത്യം നമുക്ക് പറയാൻ പറ്റുമോ? ചില സന്ദർഭത്തിൽ സത്യം പറയാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടാവും. ഇപ്പോൾ എന്താണ്, ശത്രുക്കൾ വന്ന് നമ്മളെ വീട്ടിൽ വന്നിട്ട് വാപ്പുണ്ടോ അവിടെ എന്ന് ചോദിച്ചു. വാപ്പാനെ തല്ലാൻ വരുന്ന ഒരാളാണെങ്കിൽ ആ വാപ്പോടെ ഉണ്ട് എന്ന് പറയാനാവൂല അവിടെ. അപ്പോൾ അതിനനുസരിച്ച് അവനവൻ പരമാവധി കളവാകാത്ത രീതിയിൽ അത് പറയാവുന്നതാണ്. അങ്ങനത്തെ സംഗതികളൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സംഗതികൾ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ കഥ പറഞ്ഞ സംഗതികളൊക്കെ. പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വിഭാഗമുണ്ട്, അത് അവർ ഷിയാക്കൾ എന്നാണ് എനിക്ക് പറയുന്നത്. നമ്മളിപ്പോൾ വളരെയധികം പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഭാഗമാണ് ഷിയാക്കൾ. അത് ഇന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ പല രീതിയിലും കടന്നു വരുന്ന ഒരു വിഭാഗമാണ് ഷിയ വിശ്വാസം. അതിൻ്റെ വക്താക്കൾ ഒക്കെ നമ്മളുടെ ഇടയിലേക്ക് ധാരാളമായി വരുന്നുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു വിഷയമാണ്. അവരുടെ വിശ്വാസത്തിലെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണ് തഖയ്യ എന്ന് പറയുന്നത്. അതായത് സത്യം തന്നെ പറഞ്ഞോളണം എന്നില്ല. തഖയ്യ എന്നാൽ മൂടി വെച്ച് സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെതായ ചരിത്രപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറയില്ല, സത്യം പറഞ്ഞോളണം എന്നില്ല. സത്യം പറയാതെ അത് മൂടി വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് വിരോധമല്ല എന്നുള്ളതാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വീട്ടിൽ പിന്നെ ഉപ്പാനെ തല്ലാൻ വരുന്നതോ കൊല്ലാൻ വരുന്ന ആളുകളോട് ഒപ്പം ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയണതിന് പകരം അതിന് മനുഷ്യൻ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്ന രൂപമാണ്. അങ്ങനെയല്ല, അവരുടെ വിശ്വാസ സംഹിതയുടെ തന്നെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ സത്യസന്ധത എന്ന് പറയുന്നത്. ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആളുകളല്ലാത്തവരുടെ മുമ്പിൽ നമ്മൾ സത്യസന്ധത പുലർത്തേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ ഇടയിലുണ്ട്. നമ്മളല്ലാത്ത ആളുകളുടെ ഇടയിൽ, അവനാൻ്റെ ഇടയിലും അവനാനുമായി ബന്ധപ്പെട്ടവരുടെ ഇടയിൽ നമ്മൾ വളരെ സത്യസന്ധരായി തന്നെ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ നമ്മളല്ലാത്ത ആളുകളുമായി നമ്മളെ എതിർക്കുന്നവരോ അവരോട് ഒരിക്കലും നമ്മൾ സത്യസന്ധത പുലർത്തേണ്ടതില്ല. അവരോട് നമ്മൾ എപ്പോഴും തഖയ്യയിൽ നിൽക്കണം എന്നാണ് പറയുന്നത്. തഖയ്യ എന്നാണ് ഇതിൽ പറയാം. അതായത് ഒരു സൂത്രത്തിൽ അവരോട് കളവ് പറഞ്ഞുകൊണ്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ ആ രീതിയിൽ അവരോട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഈ വിശ്വാസം ഈ ഷിയാക്കളുടെ ഇടയിലുണ്ട്. ഷിയാക്കളുടെ ഇടയിൽ ആ വിശ്വാസം. അപ്പം ആ വിശ്വാസം നമ്മളുടെ ആളുകളുടെ ഇടയിൽ ഇതൊന്നും പറഞ്ഞാൽ തകരാറൊന്നുമില്ല. എന്താപ്പം എല്ലാം തുറന്നു എല്ലാം പറയേണ്ടതുണ്ടോ, നമുക്ക് കുറച്ചൊക്കെ ആ രീതിയിൽ പറയാമെന്നൊക്കെയുള്ള ഒരു ചിന്താഗതി നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ, അങ്ങനത്തെ യുവാക്കളുടെ ഇടയിലൊക്കെ കടന്നു വരുന്നുണ്ട്. അത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ തഖയ്യ എന്ന് പറയുന്ന ഈ വിശ്വാസ വശം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ശീലിപ്പിക്കേണ്ട സംഗതിയാണ് സത്യം പറയാൻ ശീലിപ്പിക്കുക.
അപ്പം അതിന് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതും അങ്ങനത്തെ പല സംഗതികളും ആ വിഷയത്തിലുണ്ട്. അതൊക്കെ വളരെ വിശദമായി നമുക്കൊക്കെ മനസ്സിലാക്കേണ്ട സംഗതികളാണ്. ഒക്കെ ശ്രദ്ധിക്കുക. അടിസ്ഥാനപരമായി നമ്മളൊരു സത്യമേ പറയുള്ളൂ, സത്യം ഞാനുള്ളൂ, ഉള്ളത് സത്യമായി നിലനിൽക്കുക എന്നുള്ളൊരു നിലപാടുള്ളവരായി മാറണം. നമ്മളെപ്പറ്റി മറ്റുള്ളവർ നമ്മുടെ കാലം കഴിഞ്ഞാലും വിശ്വസ്തനായിരുന്നു, സത്യം പറയുന്നവനായിരുന്നു എന്ന നല്ല വാക്ക് പറയുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ജീവിതം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.